قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നുകൊണ്ട് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു അതെല്ലാം വിട്ടുപുറത്ത് അവൻ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസരിൽ നമ്മെല്ലാവരെയും ചേർക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, യുദ്ധസമാനമായ അന്തരീക്ഷം നമുക്ക് ചുറ്റും കാർമേഘം പോലെ ഇരുണ്ടുകൂടിയിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പാകിസ്ഥാനിലും അതുപോലെ അതിർത്തി പ്രദേശങ്ങളെല്ലാം സംഘർഷഭരിതമായി ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അതിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം എന്നും അത്തരം കാര്യങ്ങൾക്ക് എതിരാണ്. എന്നാൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെയൊക്കെ കൊല ചെയ്യുമ്പോൾ അവരുടെ മതം ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ട് കെലിമ പറയാൻ വേണ്ടി പറഞ്ഞ് ആ കെലിമ കിട്ടാതെ വരുമ്പോൾ അഥവാ മുസ്ലിം അല്ല എന്നറിയുമ്പോൾ ആ മനുഷ്യരെ കൊല്ലുന്ന ഒരു സംസ്കാരം ഒരിക്കലും തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ പറ്റി ശക്തമായ മുന്നറിയിപ്പാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് നടത്തിയിട്ടുള്ളത്. ഒരു വിഭാഗം ആളുകൾ അവരെ പറ്റി പ്രവാചകർ പറഞ്ഞു, ഹും കിലാബുന്നാർ, അവര് നരകത്തിലെ പട്ടികളാണെന്നാണ് പറഞ്ഞത്. സഭേതര ഭാഷകൾ ഉപയോഗിക്കാത്ത, അസഭ്യം പറയാത്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ റസൂലുള്ളാഹിന്റെ സ്വഭാവം അത് ഖുർആൻ എന്നാണ്, ഖുർആനായിരുന്നെന്നാണ്. ഏറ്റവും ഉത്തമമായ സ്വഭാവമാണ് നബി അങ്ങയുടേതെന്ന് ഖുർആൻ പറഞ്ഞു. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും അധിക്ഷേപിക്കാറില്ല. മോശപ്പെട്ട പദപ്രയോഗങ്ങൾ കൊണ്ട് ആരുടെയും അഭിമാനം ഇടിച്ചു താഴ്ത്താറില്ല. അങ്ങനെയുള്ള സ്വാദിഖുൽ മസ്ദൂഖായ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹും കിലാബുന്നാർ, അവര് നരകത്തിലെ പട്ടികളാണ്. ആരെ പറ്റിയാ പറയുന്നത്? തീവ്രവാദ പ്രവർത്തനങ്ങളുമായി, വിധ്വംസക പ്രവർത്തനമായി മുന്നിട്ടിറങ്ങുന്ന ശുദ്ധ വങ്കത്തരത്തിന്റെ വാഗ്ദാക്കളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹും ശർറുൽ ഖൽഖി വൽ ഹദീക, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരാണ് അവര്. ഏറ്റവും അധപ്പതനത്തിന്റെ അധമഭാവതലങ്ങളിലേക്ക് ആണ്ടുപോയ
അധപ്പതിച്ച ഒരു വിഭാഗം ആളുകളാണ് അവര്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യബ്റുകൂന മിനദ്ദീനി കമുറൂകി സഹ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമ്പ് വില്ലിൽ നിന്നുകൊണ്ട് തെറിച്ചു പോകുന്നത് പോലെ അവര് ദീനിൽ നിന്നുകൊണ്ട് തെറിച്ചു പോയ ഒരു വിഭാഗം ആളുകളാണ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈനമാ ലഖീതുമൂഹും ഫഖ്തുലൂഹും. ഇസ്ലാമിന്റെ ഭരണാധിപന്മാരായി കടന്നു വന്ന ആളുകളോട് അവരെ പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ്. അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഫഖ്തുലൂഹും, അവരെ നിങ്ങൾ കൊന്നുകളയണേ. ആരാ പറയുന്നത്? കാരുണ്യത്തിന്റെ കരകാണാ കടലായ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഫൈനമാ ലഖീതുമൂഹും ഫഖ്തുലൂഹും. അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നുകളയണേ. ഫഇന്ന ഫീ ഖത്ലിഹിം അജ്റാ, അവരെ കൊന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് കൂലി കിട്ടും. ലിമൻ ഖത്ലഹും ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ആ മനുഷ്യന്മാരെ ഈ ലോകത്ത് നിന്നുകൊണ്ട് മുച്ചൂട് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരെ പറ്റിയ ഗറില്ല സംഘങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്ന ആളുകളെ പറ്റിയിട്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് തീവ്രവാദികളാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന തീവ്രവാദികളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി. മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ മുസ്ലിമീങ്ങൾ മോശക്കാരാണ്, അവർ കൊള്ളയുടെയും കൊലയുടെയും പീഡനത്തിന്റെയും ആളുകളാണെന്ന് പറയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ എമ്പാടും തെളിവുകളുണ്ട്. ഒരു വിഭാഗം ആളുകള്, ഹവാരിജികൾ എന്ന് പറയുന്ന ആളുകള് ഈ ലോകത്ത് വന്നിരുന്നു. അവരുടെ വേറെ ഒരു മുഖമാണ് ആധുനിക ഗറില്ലകൾ, ആധുനിക ഹവാരിജികൾ. അത് ISS ആണെങ്കിലും അതുപോലെ എക്സ്റേ തൊയ്യബയാണെങ്കിലും ഏതെല്ലാം ഇസ്ലാമിന്റെ പേരിട്ടുകൊണ്ട് വന്നാൽ ജയ്ഷെ മുഹമ്മദ് എന്ന പേര് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുണ്ടായതുകൊണ്ട് മാത്രം അവരെയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നെഹ്റുവാൻ യുദ്ധം എന്ന് പറഞ്ഞ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമ്മളിങ്ങനെ അയവിറക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ സംവാദം ലോകത്ത് നടന്നത് ഖവാരിജികളുമായിട്ടായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രബലനായ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരിട്ടെത്തിയിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരസ്യമായ സംവാദം ആദ്യമായി നടത്തിയത് നെഹ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. നെഹ്റുവാൻ യുദ്ധം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഖവാരിജികൾ നടത്തിയ കൊല, കാരണം അവർക്ക് മനസ്സിന് അലിവുണ്ടാവില്ല. ഇന്നത്തെ ആധുനിക തീവ്രവാദികൾ അങ്ങനെയാണല്ലോ. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. അവർക്ക് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ പള്ളിയെന്നോ അമ്പലമെന്നോ ഒന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിമീങ്ങളാണെന്നൊന്നുമില്ല. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശത്രുവായി കാണേണ്ടത് ഇവിടത്തെ RSSകാർ എന്ത് ചെയ്യുന്നു അതിനേക്കാൾ അപ്പുറം ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള ഗറില്ല ഗ്രൂപ്പുകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കെതിരെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം നയിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യുദ്ധം നയിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബ്ദുല്ലാഹി ഇബ്നു മുൻജിം എന്ന് പറയുന്ന മനുഷ്യൻ ആ ഖവാരിജികളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നെഹ്റുവാൻ യുദ്ധമുണ്ടാകുന്നതിന്റെ കാരണത്തെ പറ്റി നോക്കിയാൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനായി
ധാർമ്മിക പ്രബോധനവുമായി ദൗത്യ നിർവഹണവുമായി പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് കടന്നു ചെന്ന മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഈ ഖവാരിജുകളായ ആളുകൾ പറഞ്ഞു, അവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സഹാബികൾ എങ്ങനെ തടഞ്ഞു നിർത്തും, അവര് കുറെ ഗ്രൂപ്പുകളായിട്ട് ചേരും, എന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും. ആ വഴി ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ പോകുകയാണെങ്കിൽ, ഒരു സഹാബി പോകുകയാണെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും, എന്നിട്ട് ഖുർആൻ ഓതാൻ പറയും. അപ്പോ അവര് ഖുർആൻ ഓതുമ്പോ തങ്ങളുടെ ഇംഗിതത്തിന് അനുസൃതമായി തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഖുർആൻ അർത്ഥം വച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കൊന്നുകളയും. അത് സഹാബിയാണെന്നോ അള്ളാന്റെ റസൂല് ശിഷ്യനാണെന്നോ മോമിയാണെന്നോ നാളെ അള്ളാന്റെ അടുക്കല് അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവുന്ന ഒരു ചിന്തയില്ല. അതാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പ്രശ്നം. പ്രിയപ്പെട്ടവരെ, അവർക്ക് രക്തത്തിന് ഒരു വിലയില്ല. അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് വരാത്ത മുഴുവൻ ആളുകളെയും നിഷ്കാസനം ചെയ്ത് കളയാ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറയണം. ആര്? ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യ പുത്രനായ അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഉച്ചസ്ഥലം വിളിച്ചു പറഞ്ഞു, അഹ്ലു ബൈത്തിനെ പറ്റി മോശം പറയാൻ ഞാനില്ല, പ്രവാചക കുടുംബത്തെ പറ്റി മോശം പറയാൻ ഞാനില്ല. അനാ മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കിടക്കുന്ന കവാടം അത് അലിയാണെന്ന് പഠിപ്പിച്ച സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനെ പറ്റി ഞാൻ മോശം പറയില്ലെന്ന് പറഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു കാഫിറാകണമെന്ന് പറയണമെന്ന് പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞു. അഹ്ലു ബൈത്തിനെ പറ്റി മോശം പറയാത്തതിന്റെ പേരിൽ 3 തവണ ആക്രോശിച്ചിട്ട് സമ്മതിക്കാതെ വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ പ്രിയപ്പെട്ട സഹോദരിയുടെ വയറ്റിലേക്ക് കടാര കൊണ്ട് കുത്തിയിട്ട് ഭ്രൂണം പുറത്തേക്ക് എടുത്തുകൊണ്ട് നശിപ്പിക്കുകയാണ്. എത്രമാത്രം മോശപ്പെട്ട മൃഗീയമായ പ്രവർത്തനമാണ് സഹോദരങ്ങളെ ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുടെ ആധുനിക പതിപ്പാണ് ലഷ്കർ-ഇ ത്വയ്ബയാണെങ്കിലും ജയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ISS ആണെങ്കിലും ഏതെല്ലാം തീവ്രവാദ സംഘടനകൾ കടന്നു വരുന്നുണ്ടോ അവരൊക്കെ തന്നെയും ആ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരത്തിലുള്ള ഗറില്ല ഗ്രൂപ്പുകളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സ്വാലിഹ് അൽ ഫൗസാനെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ, ഇബ്നു മാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഖവാരിജുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് എണ്ണാൻ കഴിയുക എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇന്നും ചില ആളുകൾക്കൊക്കെ ചെറിയ ഒരു സ്നേഹം അത്തരത്തിലുള്ള ആളുകളോടൊക്കെ ഉണ്ട്. അവരൊക്കെ മുസ്ലിമീങ്ങളല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു ചെറിയ ഒരു അവരോടുള്ള ഒരു പ്രത്യേകമായ ഒരു സ്നേഹം നമ്മുടെ ഇടയിലും ചില ആളുകൾക്കൊക്കെ കാണാവുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, മൻ ഖതല നഫ്സൻ മുആഹദാ, ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, ആ കൊന്ന വ്യക്തി മുസ്ലിമല്ല, അമുസ്ലിമായ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലം യരിഹ റായിഹത്തുൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ മണം പോലും അവൻ അനുഭവിക്കാൻ കഴിയില്ല. وإن ريحها ليوجد من مسيرته, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്ന റീഹഹാ ലയൂജദു, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അത് അടിച്ചു വീശുന്നത് എത്രമാത്രം ദൂരത്തേക്കാണോ, 40 ആമാ, 40 വർഷക്കാലം
സഞ്ചരിച്ചാൽ എത്തുന്ന അത്ര ദൂരം, ആ ദൂരം ഒരു ഒട്ടകം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമുണ്ടല്ലോ, ആ ദൂരത്തെ കടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളം അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഒരു അമുസ്ലിമായ വ്യക്തിയെ കൊന്നു കഴിഞ്ഞ, അപ്പോ കാശ്മീരിലെ ആ പാവപ്പെട്ട സഹോദരങ്ങളോട് കെരിമ പറയാൻ പറഞ്ഞിട്ട് കെരിമ പറയാൻ പറ്റാതിരുന്നപ്പോ മലയാളിയായ ആ പാവപ്പെട്ട സഹോദരൻ അടക്കമുള്ള ആളുകളെ കൊല ചെയ്ത യുവന്മാരെ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഏത് മുസ്ലിം നാമധാരിയാണെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെ തീവ്രവാദ ഗ്രൂപ്പ് നടത്തുന്ന കൊലപാതകം അത് മുസ്ലിം അല്ലാത്ത ഏതൊക്കെ വ്യക്തികളെ കൊല്ലുന്നുണ്ടോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി അബൂദാവൂദിന്റെ മറ്റൊരു ഹദീസ് കാണാം. മഹാനായ ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, അലാ മൻ ലലമ മുആഹദൻ അവികസ്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനി ഒരു മുസ്ലിമായ വ്യക്തി ആ മനുഷ്യനെ ഒരാൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആ മനുഷ്യന്റെ അവകാശങ്ങൾ ഹനിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേപോലെ തന്നെ ആ മനുഷ്യനെ കൊണ്ട് കഠിനമായ ജോലി എടുപ്പിച്ചു, അയാൾക്ക് കഴിയാത്ത രൂപത്തിൽ അയാളെ കൊണ്ട് പ്രയാസപ്പെടുപ്പിച്ചു കഴിഞ്ഞാൽ, ആലോചിക്കണം സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ഉണ്ടാവും, അവരെ കൊണ്ടൊന്നും കഷ്ടപ്പെടുപ്പിക്കരുത്. ഒരു മനുഷ്യന് കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസം അയാൾക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. അതേപോലെ തന്നെ ആ മനുഷ്യന്റെ സ്വത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ മനുഷ്യന്റെ മുസ്ലിം ആണല്ലോ എന്ന് കരുതിയിട്ട് അയാളുടെ സ്വത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അതിർത്തി തർക്കങ്ങളുടെ പേരിൽ എത്രയോ ആളുകൾ നമ്മുടെ സഹോദരങ്ങളായ അയൽവാസികളായ ആളുകളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെയുള്ള ആളുകളുടെ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ ഫഅന ഹജീബുഹു യൗമൽ ഖിയാമ. ഞാൻ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥനായിട്ട് വരും, അവർക്ക് വേണ്ടി ഞാൻ ശുപാർശകനായി വരും. അമുസ്ലിമായ സഹോദരന്റെ കൂടെ നിന്നിട്ട് മുസ്ലിമായ ആള് അയാൾക്ക് കൊടുക്കാത്ത അവകാശത്തിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വക പറയുന്നതല്ല, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഖുർആനിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന്. ഓരോ സന്ദർഭങ്ങളിൽ നിന്ന് അടുത്ത് മാറ്റിയിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കുന്നത്. ഖുർആനിനെ നേരെ അർത്ഥങ്ങൾ വായിച്ചാല് ഒരിക്കലും ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, അതിന്റെ ആ സബബുൻ നുസൂൽ നമ്മൾ പഠിക്കണം. ഇറങ്ങാനുള്ള പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സംഭവങ്ങളെ പറ്റി പഠിക്കണം. എങ്കിലേ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സൂറത്തുൽ മുംതഹിന നമ്മളോട് ഖുർആനിൽ നിങ്ങൾ തീവ്രവാദമല്ലേ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ, സൂറത്തുൽ മുംതഹിന ചെറിയ സൂറത്താണ്. ആ സൂറത്തുൽ മുംതഹിന ഇന്ന് പോയിട്ട് ഒന്നിങ്ങനെ മറിച്ചു നോക്കുക. ആദ്യത്തെ 3-4 ആയത്തുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അതബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു പറയുകയാണ്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും. മതകാര്യങ്ങളിൽ അഥവാ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആട്ടി പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുക. അല്ലാഹു പറയാണ്, അവരോട് നിങ്ങൾ നന്മ ചെയ്യുന്നതും അതുപോലെ അവരോട് നീതി പ്രവർത്തിക്കുന്നതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്നില്ല. അഥവാ നമ്മളോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ വരാതിരിക്കുകയും
നമ്മുടെ വീടുകളിൽ നിന്നുകൊണ്ട് പൗരത്വത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു പറയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അങ്ങനെ നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ് അതേ സമയത്ത് ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളാഹറൂ അലാ ഇഖ്റാജികും അൻ തവല്ലൂഹും വമൻ യതവല്ലഹും ഫൗലായിക ഹുമുൽ ളാലിമൂൻ. അതേ സമയത്ത് ഇന്നമാ യൻഹാകുമുല്ലാഹ്, അതേ സമയത്ത് അല്ലാഹു പറയാണ് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകള്, അതുപോലെ നിങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ട് ആട്ടി പുറത്താക്കുന്ന ആളുകള്, അതുപോലെ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറുന്നത് അത് അല്ലാഹുവിന് പറ്റില്ല. മനസ്സിലായി? അഥവാ മതത്തിന്റെ പേരിൽ നിങ്ങളോട് അക്രമം നടത്തുകയും നിങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ട് ആട്ടി പുറത്താക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകള്, അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ യോഗ്യം നടിച്ച് അവരോട് നല്ല രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ, അഥവാ ഇരട്ട മുഖം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, മുസ്ലിമായിട്ട് നിൽക്കും എന്നിട്ടോ അപ്പുറത്ത് പോയിട്ട് മറ്റോന്റെ കൂടെ ചെയ്യും. അത് പറ്റൂല. രണ്ടു വഞ്ചിയിൽ കാലുത്താൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകള് അവരെ അക്രമികളിൽപ്പെട്ടവരാണ്. ഇപ്പൊ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു, പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അപ്പോ അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അതിനെതിരായി നിൽക്കുന്ന ആളുകള്, അവരെയൊക്കെ സംബന്ധിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ഇത് പറഞ്ഞത്. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അത് പറ്റൂല. മനസ്സിലായോ? അതേ സമയത്ത് നമ്മളോട് നല്ല രൂപത്തിൽ നിൽക്കുന്ന ആളുകൾ, അവര് ഏതും മതസ്ഥരാണെങ്കിലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ് സൂറത്തുൽ മുംതഹിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിന് ശേഷം മൊത്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. ലോകത്ത് എല്ലാ തീവ്രവാദികളും മുസ്ലിമീങ്ങളാണ്. ബട്ട് ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ്. എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് ശേഷം മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ, അത് ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണ്, ഖുർആൻ ഹദീസ് പഠിക്കാത്തതുകൊണ്ട്. ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം ഓതിയ ഹദീസ്, അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അത്തരത്തിലുള്ള ആളുകള് കൊന്നുകളയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശുദ്ധവങ്കത്തരത്തിന്റെ വാഗ്ദാക്കളായ വിധ്വംസക പ്രവർത്തകരായ ആളുകൾ, അവരെ നിന്നുകൊണ്ട് നമ്മുടെ നാടുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനും നാടുകൾക്കും ഓരോ സ്ഥലങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പള്ളിയില്ല, അമ്പലമില്ല, മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല. അവരുടെ ഇംഗിതത്തിനെതിരായി ആര് പ്രവർത്തിക്കുന്നു, അവരൊക്കെ അവരുടെ ശത്രുക്കളാണ് എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടെ തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പൊരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ഫാസിസ്റ്റുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ നാടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉദ്ഹിയ്യത്തിന്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വിഷയത്തിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്, അവിടെ നിസ്കരിക്കാൻ പറഞ്ഞത് പെരുന്നാൾ നമസ്കാരവും അതുപോലെ വൻഹർ ബലിയറുക്കുന്നതിനെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിരിക്കുന്നത്. നാളെ പരലോകത്ത് വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഉളുഹിയ്യത്ത് മൃഗങ്ങൾ, ആ മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക. കാരണം
നാളെ പരലോകത്ത് വരുമ്പോൾ നിങ്ങളുടെ വാഹനങ്ങളായിട്ട് ആ മൃഗങ്ങൾ വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല ഒരുപാട് പ്രതിഫലം ഇൻഷാ അല്ലാഹ്. ഉദ്ഹിയ്യത്ത് മാത്രമായിട്ട് അതിന്റെ മസലകളും കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അപ്പൊ അതിലേക്ക് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ നമ്മൾക്കൊക്കെ ധാരാളം അള്ളാഹു നിഅമത്ത് തന്നു. ഒരുപാട് സമ്പത്ത്, ഒരുപാട് അനുഗ്രഹമൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൊടുത്തതിന് ആ നന്ദിയായിട്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ നമുക്ക് അള്ളാഹു തന്ന ഒരുപാട് ഇസ്മായിൽ എന്ന പൊന്നുമോനെ പടച്ചോൻ ഇബ്രാഹിം നബി കൊടുത്തപോലെ നമുക്ക് മക്കൾ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് നമുക്ക് തന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിലേക്ക് കടന്നു വരിക. ഒറ്റക്ക് കഴിയാത്ത ആളുകളാണെങ്കിൽ ഷെയർ കൂടിയിട്ട് ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വലിയ പൈസ ഒന്നും വരില്ലല്ലോ. നമ്മൾ എത്രയോ പൈസ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യത്തിൽ ചെലവഴിക്കുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. അതുകൊണ്ട് ഒരു മടിയും നമ്മൾ കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ.